പ്രിയപ്പെട്ടവരെ, കർത്താവ് ജനകോടികൾക്ക് വിശുദ്ധീകരണത്തിനും അഭിഷേകത്തിനും സൗഖ്യത്തിനുമായി തിരഞ്ഞെടുത്ത ഒരാലയത്തിലാണ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ധാരാളം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓരോ മാസവും ഈ ആലയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം സാക്ഷ്യങ്ങളുടെ കത്തുകൾ ഇവിടുത്തെ ശുശ്രൂഷകരുടെ കരങ്ങളിലൂടെ വരുന്നു. ധാരാളം കത്തുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കുന്നവരെ നമ്മൾ അടുത്ത് അറിയുന്നവരാണ്. ഇപ്പോൾ അപ്രകാരമുള്ള ഒരു കത്ത്, സാക്ഷ്യത്തിൻ്റെ ഒരു കത്ത് വായിച്ച് തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഈ ഒരു കത്ത് എഴുതിയിരിക്കുന്ന ബിന്ദു എന്ന പേരുള്ള ഒരു സഹോദരിയാണ്. എൻ്റെ പേര് ബിന്ദു, ഞാൻ കൊട്ടാരക്കരയിൽ താമസിക്കുന്നു. ഷാലോമിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഈ കത്ത്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലെ അംഗമായിരുന്നെങ്കിലും എന്നെ വിവാഹം ചെയ്തത് മറ്റൊരു സഭയിലേക്കാണ്. കുദാശകളെല്ലാം നഷ്ടമായ എൻ്റെ ജീവിതം വളരെ വേദനാജനകമായിരുന്നു. കത്തോലിക്ക സഭയിലേക്ക് കുടുംബമായി തിരിച്ചു വരാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. എന്നാൽ അതിന് പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല എൻ്റെ കുടുംബം. വീട്ടിലെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ഞാൻ ഷാലോം ടി വിയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചത്. തുടർച്ചയായി 1 വർഷത്തോളം നൈറ്റ് വിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും നിയോഗം ടി വിയുടെ മുമ്പിൽ എഴുതി വച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനുഗ്രഹം ലഭിച്ചാൽ നൈറ്റ് വിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. പ്രാർത്ഥനയിലൂടെ എൻ്റെ കുടുംബം കത്തോലിക്ക സഭയുടെ ഭാഗമായി തീരുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം നൽകി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച യേശുവിന് 1000 നന്ദി. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 1 മാസമല്ല, 2 മാസത്തെ നൈറ്റ് വിയറല്ല, 1 വർഷത്തോളം ഈ സഹോദരി കത്തോലിക്ക സഭയിലേക്ക് വന്ന് കുദാശകൾ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ തൻ്റെ കുടുംബത്തിന് ഇടയാകാൻ വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഷാലോം ടി വിയുടെ മുമ്പിൽ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ട് ആ കുടുംബത്തെ സന്ദർശിച്ചു, അനുഗ്രഹിച്ചു. നന്ദിയുടെ ഒരു വരികൾ പാടി കർത്താവിൻ്റെ തിരുനാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. കരമടിക്കാമോ? ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി, ജീവിതത്തെ ഒരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തെല്ലാം നിയോഗത്തോടു കൂടെയാണോ ഇന്ന് ഈ നൈറ്റ് വിൽ ആരാധനയിൽ പങ്കെടുക്കാൻ നാം ഒരുങ്ങിയിരിക്കുന്നത്, ആ നിയോഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി ചേർത്ത് വെക്കുക, ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിയോഗം വെച്ച് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം. രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗം നമ്മുടെ ഉള്ളിലുണ്ടാകാം. കടബാധ്യതകൾ, സാമ്പത്തിക
കടബാധ്യതകൾ മാറി പുതിയ വഴികൾ തുറക്കാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള നിയോഗം ഉണ്ടായിരിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള നിയോഗത്തോടു കൂടെ ആയിരിക്കാം ഇന്ന് നൈറ്റ് ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതെല്ലാം വീണ്ടും ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവന്ന് ആരാധനയിൽ സമർപ്പിക്കാൻ യോഗ്യമാം വിധത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കുക. ഈ സമയങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആദരവ് നിറഞ്ഞ സാമീപ്യം നമ്മളെ വലിയ അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും കൊണ്ടുവരാൻ സ്വർഗം അനുവദിക്കും. നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഉണർവോടെ നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞു, നഷ്ടപ്പെട്ട കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു എനിക്ക് ലഭിച്ചത് 2010 തിരിച്ചു വന്നത് ദിവ്യകാരുണ്യ കുർബാനയുടെ ആരാധനയുടെ ആശീർവാദ സമയത്താണ്. അപ്പോൾ നമുക്കറിഞ്ഞുകൂടെ ഏത് സമയത്താണ് കർത്താവ് നമ്മളെ സന്ദർശിക്കുക, സൗഖ്യപ്പെടുത്തുക. ഏത് വലിയ രോഗമാകട്ടെ, എന്ത് വലിയ പ്രതിസന്ധിയാകട്ടെ, കുടുംബമായി നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ വചനത്തിലൂടെ കേട്ടു, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവൻ ഈ രാത്രിയിൽ കാരുണ്യമായി നമ്മുടെ മധ്യത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീർച്ചയായും പരിഹരിക്കപ്പെടും. ആദരപൂർവ്വം മുട്ടുമേ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ സമൂഹത്തിലേക്ക് ഗാനപാലപിച്ച് നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങാം. ബേത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിർവീശിയ പരമദീപം. മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജം. ചേർന്ന് പാടാമോ? മാനവർക്കു ജീവനേകി
ഒന്ന് ചേർന്ന് കരങ്ങൾ ചലിപ്പിച്ച് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി വിളിക്കുന്നു. എല്ലാവരും ചെറിയവരും വലിയവരും വിളിക്കട്ടെ. രോഗികൾ വിളിക്കട്ടെ. ജീവിത തകർച്ച നേരിടുന്നവർ വിളിക്കട്ടെ. ജീവിതം അടുത്തവർ വിളിക്കട്ടെ. ഏകനാമം രക്ഷാനാമം യേശുവിന്റെ നാമം. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അടങ്ങുന്ന നാമം. വിളിക്കാം, വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധന, യേശുവേ ആരാധന. ഈശോയേ വരണമേ, ആരാധന, ആരാധന, വരണമേ. ആരാധന ദൈവമേ, ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദരപൂർവ്വം ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ സമയം വേർതിരിക്കുകയാണ്. ഇതാ മഹത്വത്തിൻ്റെ രാജാവ്, ഇസ്രായേലിൻ്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നവൻ നാം ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മുടെ കുടുംബമായിരിക്കാം, ഓഫീസായിരിക്കാം, നമ്മുടെ കോൺവെൻ്റ് ആയിരിക്കാം, നാം ആയിരിക്കുന്ന റൂമുകളിലേക്ക് ഒക്കെ ഇതാ ദിവ്യ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ ആരാധനകൾക്ക് യോഗ്യനാണ്. പ്രിയമുള്ളവരെ, അവൻ കടന്നു വന്നത് നിന്നെ സൗഖ്യപ്പെടുത്താൻ, നിന്നെ വിടുവിക്കാൻ, തൻ്റേതാക്കി തീർക്കാൻ, നിന്നോട് മാറോടണയ്ക്കാൻ. 2 കൊരിന്ത്യർ 6:2 നമ്മളിങ്ങനെ വായിക്കും, സ്വീകാര്യമായ സമയത്ത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ നിന്നെ ഞാൻ സഹായിക്കും. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇപ്പോൾ രക്ഷയുടെ ദിവസം. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഇതാ നിൻ്റെ റൂമിൽ, നിൻ്റെ കൺമുൻപിൽ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയഭാരങ്ങൾ അവൻ ഏറ്റെടുക്കാൻ ശക്തനാണ്. അവൻ നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുക്കാൻ ശക്തനല്ലേ? അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. രക്ഷിക്കാൻ കഴിയാത്ത വിധം കരങ്ങൾ കുറുകാത്തവൻ ഇതാ പരിശുദ്ധ കുർബാനയിൽ ദിവ്യ കാരുണ്യത്തിൽ നമ്മുടെ കൺമുമ്പിൽ സന്നിഹിതനായിരിക്കുന്നു. നമ്മുടെ ഭാരങ്ങളെല്ലാം അവനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സകല നിയോഗങ്ങളും ഉയർത്തിക്കൊണ്ട് അല്പസമയം കരങ്ങളൊന്ന് ഉയർത്തി നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സാഹചര്യത്തിൽ യേശുവിനെ വിളിച്ച് സ്വതന്ത്രമായി ഒന്ന് ആരാധിക്കാമോ? ആരാധിച്ച് ദൈവശക്തിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. രോഗികൾ പ്രാർത്ഥിക്കട്ടെ, മനസ്സ് തളർന്നവർ പ്രാർത്ഥിക്കട്ടെ, കണ്ണീരോടെ നിൽക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഇതാ നിന്റെ ദൈവം, രക്ഷയുടെ ദൈവം ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. അതാ അവൻ നിന്നെ മാറോട് അണയ്ക്കാൻ, നിന്റെ കുടുംബത്തില്, നിന്റെ സാഹചര്യത്തില് അവൻ ഇതാ ഇറങ്ങി നിൽക്കുന്നു. സ്വരമുയർത്തി ഒറ്റ വിളി വിളിക്കാം, യേശുവേ. കരങ്ങളടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചു
നിർമ്മിച്ചനാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ആരാധനയ്ക്ക് യോഗ്യനെ കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. ആരാധിച്ചിടും ഉണർവോടെ ആരാധനയ്ക്ക് യോഗ്യനെ ആരാധിച്ചിടും ജീവിതം സമർപ്പിച്ച് നമ്മുടെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന നല്ല നാഥനെ കണ്ടുകൊണ്ട് വീണ്ടും നമ്മെ തന്നെ സമർപ്പിച്ച് നമ്മുടെ കുടുംബത്തിലെ ഭാരങ്ങൾ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് രോഗികളെ സമർപ്പിച്ച് ഒറ്റ വിളി വിളിക്കുന്നു, യേശുവേ രോഗികൾ സൗഖ്യമായി തീരട്ടെ, കടബാധ്യതകൾ അഴിഞ്ഞു മാറട്ടെ, പാപബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ക്ഷീണബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, മരണഭയം വിട്ടുമാറട്ടെ, യേശുനാമത്തിൽ കരങ്ങളടിച്ച് പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാടിയിൽ പിടിച്ചെടുത്തു അവന നീണം തന്നു പാപത്തിൻ കരപോക്കി രക്ഷിച്ചതാം നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധനയ്ക്ക് യോഗ്യനെ ജീവനോടെ ആരാധിച്ചിടും ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും ആഴിയമൂഴിയും നിർമ്മിച്ചനാഥനെ ആഴിയമൂഴിയും നിർമ്മിച്ചനാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും കരമുയർത്തിയടിച്ച് എല്ലാ നിയമങ്ങളിലേക്കും ഇതാ അവിടുന്ന് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് ചിലരെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് കണ്ണീരൊപ്പുന്നവനാണല്ലോ. എല്ലാ കണ്ണീരിന്റെ ഉറവിടങ്ങളിലേക്കും നല്ല കർത്താവ് ഇതാ തന്റെ സാന്നിധ്യം തന്റെ മുറിവേറ്റ കരം നീട്ടിക്കൊണ്ട് നമ്മെ ആശ്വസിപ്പിക്കുന്നുവല്ലോ. രണ്ട് കരമുയർത്തി യേശുവേ ബലം പ്രാപിക്കട്ടെ, ജീവിതങ്ങൾ ഉണർവ് പ്രാപിക്കട്ടെ. കരങ്ങളടിച്ച് വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിന്മക്കൾ കൂടിയിടുമ്പോൾ മധ്യവൻ അനുഗ്രഹം ചെയ്തിടാമെന്നുര ചെയ്തവൻ നീ മാത്രമാം നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം ആരാധന
കർത്താവേ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു. തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നു. തിന്മയുടെ കെട്ടുകൾ അഴിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളായുള്ള തടസ്സങ്ങൾ, കാലങ്ങളായുള്ള അടിമത്ത ചങ്ങലകൾ, രോഗപീഠകൾ യേശുനാമത്തിൽ അടിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, ചേർന്ന് ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, സംഭവിക്കട്ടെ കർത്താവേ. യേശുവിന്റെ തിരുരക്തത്താൽ അടിവച്ചങ്ങലയട്ടെ, യേശുവിന്റെ രക്തമേറ്റെടുത്ത് രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, ഈശോയേ, കർത്താവായി കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ, ജീവിതത്തിൽ നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. വീണ്ടും ചേർന്ന് ആവാപിതാവേ, ആവാപിതാവേ. ഓ സ്തോത്രം. ഒരു വിടുതലായി സഭയെ നമുക്ക് പ്രാർത്ഥിക്കാം. മാർക്കോസ് 9:29 യേശു പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. യേശു എന്താണ് പറയുന്നത്? പ്രാർത്ഥന കൊണ്ട് പുറത്തു പോകാത്ത ഒരു തിന്മയുടെ വർഗവുമില്ല. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി, കർത്താവേ, എന്നെ കെട്ടിയിട്ടിരിക്കുന്ന, കാലങ്ങളായി എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, എല്ലാവിധ പൈശാചി ബന്ധനങ്ങളിൽ നിന്നും എന്നെ വിമോചിപ്പിക്കണമേ, എന്റെ കുടുംബത്തെ സ്വതന്ത്രമാക്കണമേ. ഒരിക്കൽ കൂടി യേശുനാമം വിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, യേശുവേ, ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സൗഖ്യവും വിടുതലും ഏറ്റെടുത്ത് ഒരു നിമിഷം കൂടി ശാന്തമായി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തെ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ആദരവോടെ ഒരു നിമിഷം നമുക്ക് പ്രതിഷ്ഠിക്കാം. പ്രിയപ്പെട്ടവരെ, ആഗോള സഭ മുഴുവൻ ഒരു പുതിയ പെന്തക്കുസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നാളുകളിൽ നമുക്കും കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഒരു പുതിയ പെന്തക്കുസ്താനുഭവം എൻ്റെ വ്യക്തി ജീവിതത്തിൽ നൽകണമേ. ഒരു പുതിയ മനുഷ്യനായി, ദൈവമേ, ആത്മാവിൽ നവീകരിക്കപ്പെട്ട ഒരു പുതിയ ജീവിതത്തിന് ഉടമയായി എന്നെ മാറ്റണമേ. എന്നെ ബാധിച്ചിരിക്കുന്ന, ബന്ധിച്ചിരിക്കുന്ന എല്ലാ അടിമത്തങ്ങളിൽ നിന്നും എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ സാംസനെ നാം കണ്ടെത്തുകയാണ്. അവൻ്റെ ശത്രുക്കളാൽ കെട്ടപ്പെട്ട്, വലിയ വടത്താൽ കെട്ടപ്പെട്ട്, ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത ആ കെട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരുന്നത് നാം കാണുന്നു. ന്യായാധിപന്മാർ 15-14 നമ്മളിങ്ങനെ വായിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി അവൻ്റെ മേൽ ആവസിച്ചു. അവനെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയർ കരിഞ്ഞ് ചണനൂൽ പോലെയായി തീർന്നു. എല്ലാ കെട്ടുകളും അറ്റു വീണു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കും. കർത്താവേ, നാളുകളായി ആർക്കും പൊട്ടിക്കാൻ കഴിയാത്ത വിധം കെട്ടപ്പെട്ട ഒരു ജീവിതത്തിന് ഉടമയാണ് ഞാൻ. എൻ്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കാം. ആ സാംസന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയായി അവൻ്റെ മേൽ ആവസിച്ചപ്പോൾ അവൻ്റെ മേലുള്ള കെട്ടുകളെല്ലാം അഴിഞ്ഞു വീണു.
അതെല്ലാം പൊട്ടി മാറി. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പെന്തക്കോസ്തിക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ മേൽ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ തിന്മയിട്ടിരിക്കുന്ന കെട്ടുകൾ അഴിച്ച് ഒരു പുതിയ മനുഷ്യനായി എന്നെ മാറ്റണമേ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ആവാസം എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ മേൽ ഇറങ്ങി വരുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുക. പരിശുദ്ധാത്മാവേ, സാംസന്റെ മേൽ ഇറങ്ങി വന്ന ദൈവാത്മാവേ, ശക്തിയായി എന്റെ മേൽ ആവസിക്കണമേ. എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അരിഞ്ഞു വീഴട്ടെ. കരങ്ങൾ ഒരിക്കൽ കൂടി അടിച്ച് പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ അഭിഷേകം, പുതിയ ഒരു അഭിഷേകം എനിക്ക് ആവശ്യമുണ്ട്. എന്റെ തലമുറയ്ക്ക് ആവശ്യമുണ്ട്. ആഗോള സഭയ്ക്ക് ആവശ്യമുണ്ട്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. 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 ഓ കർത്താവേ, അങ്ങയുടെ രാജ്യത്തിന്റെ സാക്ഷിയാകാൻ, അങ്ങയുടെ പരിശുദ്ധിയിൽ ജീവിക്കുവാൻ, ലോകത്തിന്റെ മോഹങ്ങൾക്കെതിരെ നീന്തുവാൻ, കാലഘട്ടത്തിന്റെ പ്രത്യേകതകളെ തിരിച്ചറിയാൻ എന്റെ മേൽ, എന്റെ തലമുറകളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ദൈവാത്മാവെ വന്ന് നിറയുക. ഒരു പുതിയ അഗ്നിയുടെ അഭിഷേകമൊക്കായി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, കൊതിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി ആത്മാവേ വിളിക്കുകയാണ്. ഓ റൂഹായേ, ഓ റൂഹായേ, ഈ പങ്കെടുക്കുന്ന 10,000 മേൽ, ജനലക്ഷങ്ങളുടെ മേൽ വീണ്ടും ഒരു പെന്തക്കോസ്ത് ആവർത്തിക്കട്ടെ. വീണ്ടും ഒരു പെന്തക്കോസ്ത് ഞങ്ങൾ കേൾക്കണേ. വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പാവനറുഹായേ. വീണ്ടും ഒരു പെന്തക്കോസ്ത് ഞങ്ങൾ കേൾക്കണേ. വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പാവനറുഹായേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ദൈവരാജ്യ പ്രജകളായി ഞങ്ങൾ ജീവിക്കാൻ, സ്വർഗരാജ്യം കണ്ടു ഞങ്ങൾ യാത്ര ചെയ്തിടാം. ദൈവരാജ്യ പ്രജകളായി ഞങ്ങൾ ജീവിക്കാം. സ്വർഗരാജ്യം മുന്നിൽ കണ്ട് യാത്ര ചെയ്തിടാം. അഗ്നിയഭിഷേകം, കരങ്ങൾ ഉയർത്തി അടിച്ച് അഗ്നിയഭിഷേകം നിറയട്ടെ. പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി ആഗോള സഭയിലാകമാനം കർത്താവിന്റെ സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും പുതിയൊരു അഗ്നിക്ക് വേണ്ടി ആഗ്രഹിച്ച കർത്താവേ, വരണ്ടുപോയ ജീവിതങ്ങളെ ആത്മാവെ വീണ്ടും ഉണർത്തണമേ. ആക്കിപ്പോയ കൂട്ടായ്മകളിൽ വീണ്ടും തീടണമേ. തളർന്നുപോയ സുവിശേഷകരെ ബലപ്പെടുത്തണമേ. സഭാ സമൂഹങ്ങൾ വീണ്ടും ആത്മാവിൽ ഉണരട്ടെ. രാജ്യങ്ങൾ വീണ്ടും യേശുവിലേക്ക് അടുക്കട്ടെ. വൻകരകളിൽ സ്വർഗത്തിന്റെ ആത്മാവ് തീടട്ടെ. ഭാരത സഭയിൽ പ്രിയ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചാരാധിക്കുന്നു. ആത്മാവേ,
ശാന്തമായി ഇരുന്ന് കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ രാത്രിയിൽ കർത്താവ് നമ്മെ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പുതിയ അഭിഷേകത്തിനും പുതിയ ശക്തീകരണത്തിനുമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും നല്ല നാഥനായി ഈ രാത്രിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. സമർപ്പിക്കുന്ന ബലിവസ്തുവിൻ്റെ മേലാണ് ആത്മാവിൻ്റെ തീ ഇറങ്ങുന്നത്. അവൻ്റെ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അതിശയകരമായി അനേകർക്ക് അനുഗ്രഹമായി രൂപാന്തരപ്പെടുക. നമ്മുടെ ജീവിതങ്ങളെ താഴ്മയോടെ സമർപ്പിക്കാം. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞവൻ തൻ്റെ മുറിവേറ്റ കരം നമ്മുടെ ശിരസിൽ വെച്ച് ഈ മണിക്കൂറിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്നെ കണ്ടുകൊണ്ട് അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ആശ്വാസം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ കർത്താവേ, അങ്ങേപ്പോലെ ഈ ലോകത്തെ മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു ദൈവമില്ല. വിശ്വസിച്ച് അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങാണ് എൻ്റെ കർത്താവ്. എന്നെ തന്നെ പരിപൂർണമായി ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. നമുക്ക് അല്പസമയം കൂടി നമ്മെ തന്നെ സമർപ്പിച്ച് വരികൾ പാടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നു എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ അങ്ങേരല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. കരങ്ങളും ഉയർത്തി ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ. എന്നേശുവേ അങ്ങേക്കാരാധന. നമ്മെ തന്നെ പരിപൂർണമായി ആയിരിക്കുന്ന അവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറയട്ടെ, എന്നെ തന്നെ ഞാൻ ഇത് അടിയറ വയ്ക്കുന്നു, എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ കർത്താവേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കും നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തിയിടണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. നിന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. അവനായി സമർപ്പിക്കുന്ന ജീവിതങ്ങളെ അവൻ തന്നെ കരങ്ങൾ പിടിച്ച്
നടത്തിക്കൊള്ളും. യെശയ്യാ 48:17 നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നിന്റെ മുമ്പിലെ വഴികൾ അടഞ്ഞതെങ്കിൽ പുതിയ വഴി തുറന്ന് നിന്നെ നിന്റെ കുടുംബത്തെ നയിക്കാൻ നമ്മുടെ കർത്താവിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കാം. വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയായി എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തുവെന്ന പാറയിൽ നിർത്തിയിടണമേ. ഇരുകരങ്ങളും ഉയർത്തി ആരാധന. യേശുവേ മാലാഖമാരോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കരങ്ങളും ഉയർത്തി യേശുവേ ഒരിക്കൽ കൂടി വായി തുറന്ന് സ്വരമുയർത്തി വിടുവിക്കുന്നവനെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നവനെ നമുക്ക് ആരാധിക്കാം. മഹാപ്പെടുത്തുന്നവനെ, ആരാധന ആരാധന വിമോചനം നൽകുന്നവനെ, കണ്ണുനീരൊപ്പുന്ന ദൈവമേ, മനഭാരങ്ങൾ മാറ്റുന്നവനെ, ആത്മാവ് കൊണ്ട് നിറയ്ക്കുന്നവനെ ആരാധന. മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ, അങ്ങ് മാത്രമാണെന്നും എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന എന്നേശുവേ ആദരപൂർവ്വം മുട്ടിന്മേൽ നിന്ന് അന്തിമമായ നല്ല കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദരപൂർവ്വം നമ്മളെല്ലാവരും മുട്ടിന്മേൽ നിന്ന് കൃപ സ്വീകരിക്കാൻ, ആശീർവാദം സ്വീകരിക്കാൻ നമ്മെ തന്നെ ഒരുക്കി നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നു. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത
അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ. മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദി കർത്താവേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. യേശുവേ ആരാധനേ. യേശുവേ ആരാധനേ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസത്തിൽ നിന്ന് മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ നിന്ന് മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ വിജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. കരങ്ങൾ ഉയർത്തി പിടിക്കാം. പിന്മാ